എന്നിട്ട് എന്ത് സാധനമാണ് അടിച്ചത്? തേടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, തെന്നി പോവാ. എന്താ വണക്കം കൂട്ടുകാരെ, പട്ടി സ്മോക്കിന്റെ ഡെയിലി ലൈഫിലേക്ക് സ്വാഗതം. അത് രാവിലെ തന്നെ പൂറ്റാണ്ടി മണ്ടയിലേക്ക് റുങ്കതെ പാട്ടും കേട്ട സുഖം കൊണ്ടിരുന്ന പ്രാന്തേ മുതലായി കണ്ണടച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അഡിക്റ്റായ മലയാളി വന്ന് എന്നെ കുത്തി എഴുന്നേപ്പിച്ചു. ഒരു പാലുകുപ്പി മായിച്ചു. ആരോട് തന്നെ ഏകാന്തതയുടെ വഴുതി പോയിക്കൊണ്ടിരുന്ന എന്നെ പാരമ്പര്യമായി ക്രിമികിടിയുള്ള മുതലാളി വന്ന് ചൊറിയാൻ തുടങ്ങി. ക്രിമി കടിക്കുന്നവനാണെങ്കിലും സ്നേഹമുള്ളവനാ. എനിക്ക് എന്നും പാല് തരുന്നുണ്ട്. ദേ വരുന്നത് ഇവരെന്നെ കാണിക്കുന്ന ഏട താടിക്ക് മാറ്റ അയ്യോ ഇവൻ എന്നെ മരിച്ചപ്പൻ എന്നെ കാണിക്കണം. നിനക്ക് അപ്പനെ അങ്ങനെയൊന്നും വീടാ. അയ്യാ ചായ പാല് കുടിക്കാൻ വേണ്ടി ഇറങ്ങി ചെന്നു. എന്നിട്ട് എന്ത് സാധനമാണ് അടിച്ചത്? തേടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, തെന്നി പോവാ. മൊരാളി ഒന്ന് വെച്ച് തന്നേ, ഇത് നേരെ കുടിക്കാൻ പറ്റുന്നില്ല. എന്നാലും എനിക്കറിയത്തില്ല മൊരാളിക്ക് ഇച്ചിരി മാത്രം പരിചയം എവിടെ നിന്നാ കിട്ടുന്നെന്ന്. എന്നാലും കുടിപ്പിക്കുന്നുണ്ടല്ലോ സ്നേഹം കൊണ്ടാ. ഇന്നെന്ത് ഇവിടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ് മാറിക്കടാ, ഇത് എനിക്ക് മൊരാളി വന്നതാ. ഇവിടെ മാറിക്കടാ. ഈ പഞ്ചായത്തിലെ പാല് കുടിക്കണ സ്മിക്കിയ ഞാൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾക്ക് ഒരു ഈവനിങ് പാർട്ടി ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ പാട്ടൊക്കെ വിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും പാലൊക്കെ തന്നു. അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നപ്പോഴേക്ക് എന്നെ ഈവനിങ് വോക്കിനെ കൊണ്ടുപോയി. ഈവനിങ് വോക്കിനാണെങ്കിലും എന്നെ കയ്യിലെടുത്തോണ്ട് നടന്നു കൂടാൻ മുതലാളിയായിരുന്നു ഗൈസ്. ഈവനിങ് വോക്ക് ചെയ്തത് ക്രിമിയുടെയുള്ള മുതലാളിയും.